നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ പരിപാവനമായ റമദാൻ നോമ്പാചരണം തുടങ്ങിക്കഴിഞ്ഞു. കൊറോണ നൽകിയ പ്രതിസന്ധികൾ എല്ലാം കഴിഞ്ഞതോടെ ഇളവുകൾ നൽകുന്നതിനൊപ്പം തന്നെ കൂടുതൽ കരുതലും നൽകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴാ പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈദ് ഉൽ ഫിത്തറിന് മുൻപ് ജീവനക്കാർക്ക് ബോണസ് നൽകുന്നതായിരിക്കും. കുവൈറ്റ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിന്റെ ഡയറക്ടർ അൽ ഫഹദ് സുലൈമാനാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് അൽ റായ് വാർത്താ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈദ് ഉൽ ഫിത്തർ അവധിക്ക് മുമ്പ് തന്നെ അടുത്ത ശമ്പളത്തോടൊപ്പം ബോണസ് തുക ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്ന് അൽ ഫഹദ് സുലൈമാൻ അറിയിച്ചിരിക്കുകയാണ്. 1900 ജീവനക്കാർക്കായി സിവിൽ സർവീസ് കമ്മീഷൻ 3.3 മില്യൺ KD, അതായത് 81 കോടിയിലധികം ഇന്ത്യൻ രൂപ ബോണസ് അനുവദിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. ഈദ് ഉൽ ഫിത്തറിന് മുൻപ് തന്നെ ഒരു കമ്മിറ്റിയുടെ രൂപീകരണം പൂർത്തിയാക്കുമെന്നും ബോണസ് തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. അതേസമയം തൊഴിലാളികൾക്ക് ആനുകൂല്യം അനുവദിക്കാൻ സർക്കാർ ഏജൻസികൾ അവരുടെ ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്തുന്നതിൽ വലിയ മുന്നേറ്റം നടത്തിയതായി അൽ റായ് ദിനപത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വർഷം ജീവനക്കാരിൽ ആരൊക്കെ മികച്ച പ്രകടനം നടത്തിയെന്ന് ഇതിലൂടെ വിലയിരുത്തുന്നതാണ്. മികച്ച പ്രകടനം നടത്തിയവർക്ക് ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ മൂല്യനിർണ്ണയത്തിൽ പരിഗണിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ജീവനക്കാരുടെ ഹാജരെന്ന് CSEയും സർക്കാർ ഏജൻസികളുടെയും ഇടയിലുള്ള ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ സർവീസ് കമ്മീഷന്റെ അടുത്ത വൃത്തങ്ങൾ അൽ റായ് ഡെയിലിയോട് പറയുകയുണ്ടായി. സർക്കാർ ഏജൻസികൾ അവരുടെ ജീവനക്കാരുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചതായി സ്രോതസ്സുകൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഫലങ്ങൾ അംഗീകാരത്തിനായി മന്ത്രിമാർക്ക് കൈമാറുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഈ സ്ഥാപനങ്ങളിലെ പല വകുപ്പുകളിലെ മുഴുവൻ മൂല്യനിർണ്ണയ പ്രക്രിയ പൂർത്തിയാക്കിയതായും മറ്റുള്ള സ്ഥാപനങ്ങളിൽ പകുതി ജീവനക്കാരുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയതായും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ എണ്ണത്തെയും അവരുടെ ജോലിയുടെ സ്വഭാവത്തെയും ആശ്രയിച്ച് മൂല്യനിർണ്ണയം പൂർത്തിയാക്കുന്നത് ഒരു വകുപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടുമെന്ന് ഉറവിടങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.